തൃശൂർ ATM കവർച്ചാ കേസിൽ നിർണായക തെളിവായ തൊണ്ടി മുതൽ കണ്ടെത്തി പോലീസ്. താണിക്കുടം പുഴയിൽ നിന്നും 2 ATM ട്രേ കണ്ടെത്തി. ATM തകർക്കാൻ ഉപയോഗിച്ച ഗ്യാസ് കട്ടറും പുഴയിൽ നിന്ന് കണ്ടെത്തി. പ്രതികളുമായി തെളിവെടുപ്പ് തുടരുകയാണ്. പ്രതികൾ കുറ്റം സമ്മതിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, പ്രതികൾ കാണിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണോ ഇപ്പോൾ തൊണ്ടി മുതലുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്? എന്താണിപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, ഇന്ന് ഏകദേശം 11 മണിയോടുകൂടിയാണ് തൃശ്ശൂരിലെ 3 ATM കൗണ്ടറുകളിൽ നിന്ന് ഒന്ന് തൃശ്ശൂർ നഗരത്തോട് ചേർന്ന ഷൊർണൂർ റോഡിലുള്ള SBI ATM കൗണ്ടറിൽ ഇന്ന് 5 പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ആദ്യഘട്ടത്തിൽ ആ ATM കൗണ്ടർ തകർക്കാനായിട്ട് 2 പേരാണ് അകത്ത് കയറിയത്. അവരെ അകത്ത് കൊണ്ടുപോയി തെളിവെടുത്തു. അതിനുശേഷം 5 പേരുമായി താണിക്കുടം പുഴയുടെ പരിസരത്തേക്ക് പോയി. അവിടെയാണ് ഈ ഗ്യാസ് കട്ടറും അതുപോലെ തന്നെ ATMന്റെ ട്രേയും, അതായത് ഈ ATMൽ നിന്ന് 10 ലക്ഷവും മറ്റ് 2 ATMകളിൽ നിന്നായി 35-30 ലക്ഷം രൂപ വീതമാണ് കവർച്ച നടത്തിയത്. ഇത് ഉപയോഗിച്ചിരുന്ന ട്രേ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. നിർണായകമായ തെളിവാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പണം ഏകദേശം 67 ലക്ഷത്തോളം രൂപ നേരത്തെ തന്നെ തമിഴ്നാട് പോലീസ് ഇവരിൽ നിന്നും ഇവരെ പിടികൂടുന്ന സമയത്ത് കണ്ടെടുത്തിരുന്നു. ഇന്ന് ഒരു ATM കൗണ്ടറിൽ മാത്രമാണ് തെളിവെടുപ്പ് നടത്തുക. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊന്ന് 2 പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത FIRന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് മാപ്രാണത്തും മറ്റൊന്ന് കോലഴി വിയ്യൂർ പോലീസ് സ്റ്റേഷനിലും. അതുകൊണ്ട് തന്നെ ഇനി പ്രതികളെ വീണ്ടും വിട്ടുകിട്ടാൻ കോടതിയിൽ അപേക്ഷ നൽകി അതിനുശേഷമായിരിക്കും മറ്റ് 2 ATM കൗണ്ടറുകളിൽ കൂടി തെളിവെടുപ്പ് നടത്തുക. ഏതായാലും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. സ്മൃതി, തൃശ്ശൂരിൽ ATM കവർച്ച വലിയ വാർത്തയായതാണ്. സിനിമാ സ്റ്റൈലിൽ ഒരു ചേസിംഗ് നടത്തിയിട്ടാണ് പോലീസ് ഇവരെ പിന്നീട് പിടികൂടിയത്. പ്രതികളുമായുള്ള തെളിവെടുപ്പിന് ശേഷം കിട്ടുന്ന തൊണ്ടി മുതലുകൾ, ആ ദൃശ്യങ്ങളാണ്. ATM ട്രേ അടക്കമാണ് പുഴയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. താണിക്കുടം പുഴയിൽ ആണ് 2 ATM ട്രേകൾ കണ്ടെത്തിയിരിക്കുന്നത്. ATM തകർക്കാൻ ഉപയോഗിച്ച ഗ്യാസ് കട്ടറും പുഴയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രതികൾ കുറ്റം സമ്മതിച്ച ശേഷമാണ് ഇവരുമായുള്ള തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജേസൺ ചാമോളപ്പിൽ തുടരുന്നുണ്ട്. ജേസൺ, ഇപ്പോൾ ഈ പ്രതികൾ ഇവരുടെ മോഷണ രീതിയെക്കുറിച്ച്, എവിടെയൊക്കെ മോഷണം നടത്തിയെന്ന് സംബന്ധിച്ചൊക്കെ കൃത്യമായ വിവരങ്ങൾ പോലീസിനോട് സമ്മതിക്കുന്നുണ്ടോ? ഇതേതായാലും ഇവരുടെ ആദ്യത്തെ മോഷണമാകില്ലല്ലോ. സ്മൃതി, തീർച്ചയായും ഇവർ വലിയ മോഷ്ടാക്കളാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്പെഷ്യലൈസ് ചെയ്ത്, അതായത് ATMകൾ കവർച്ച ചെയ്യുന്നതിൽ അത്രയേറെ വൈദഗ്ധ്യമുള്ള ആളുകളാണ് ഇവർ എന്നാണ് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഹരിയാനയിൽ ഒരു ഗ്രാമം തന്നെയുണ്ട്. ഇത്തരം തമിഴ്നാട്ടിലൊക്കെ പറയുന്ന പോലെ തിരുട്ട് ഗ്രാമം എന്ന് പറയുന്ന പോലെ ഹരിയാനയിലെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ നിന്നും വരുന്നവരാണ് ഇവർ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഗൂഗിൾ വഴി ATMകൾ കണ്ടെത്തുന്നു. ആ ATMകളിൽ അതിവിദഗ്ധമായ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിവിദഗ്ധമായി കവർച്ച നടത്തുന്നു. അതുപോലെ തന്നെ അവർ രക്ഷപ്പെടുന്നു എന്നതാണ് ഇവരുടെ കവർച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കണ്ടത് തന്നെയാണ്. ATM കവർച്ച നടത്തിയ ആ കാറ് കണ്ടെയ്നർ ലോറിയിലേക്ക് ഉള്ളിലേക്ക് കയറ്റിയ ശേഷം വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനിടയിലാണ് വാഹനം ഇടിക്കുകയും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടാകുന്നത്. 7 പ്രതികളാണ് ഇതിലുണ്ടായിരുന്നത്. അതിൽ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മറ്റൊരാളുടെ കാലിന് വെടിയേറ്റിരുന്നു. പിന്നീട് ആ കാൽ മുറിച്ചു മാറ്റി ഇപ്പോൾ തമിഴ്നാട് ചികിത്സയിലാണ്. ബാക്കിയുള്ള 5 പ്രതികളുമായി കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് ഇവരെയും കൊണ്ട് തൃശ്ശൂരിലെത്തുന്നത്. പിന്നീട് മിനിഞ്ഞാന്നും ഇന്നലെയുമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല 26-ാം തീയതിയാണ് ഇത്തരമൊരു കവർച്ചയ്ക്കായി ഇവർ എത്തിയതെന്നും അവർ വ്യക്തമാക്കുന്നു. പിന്നീട് 27-ാം തീയതി പുലർച്ചെയാണ് ഈ കവർച്ച നടക്കുന്നത്. 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം, പുലർച്ചെ 20 കിലോമീറ്റർ ദൂരം. അതിനിടയിൽ മാപ്രാണം മുതൽ കോലഴി വരെയുള്ള 3 ATMകളിൽ നിന്നായി 67 ലക്ഷത്തിലധികം രൂപ കവർച്ച ചെയ്യുന്നു. മാപ്രാണത്തെ ATMൽ നിന്നും 35 ലക്ഷവും തൃശ്ശൂരിലേത് 10 ലക്ഷവും കോലഴിയിലേത് 30 ലക്ഷം, ഇങ്ങനെ 37 ലക്ഷത്തോളം രൂപ കവർ ചെയ്ത് പോകുന്നതിനിടയിലുള്ള പിടിയിലാകുന്നത്. കൂടുതൽ വിശദമായ അന്വേഷണവും ചോദ്യം ചെയ്യലും തുടർന്നു വരികയാണ്. സ്മൃതി, ചാമളപ്പിലാണ് വിവരങ്ങൾ നൽകുന്നത്. ATM കവർച്ചാ പ്രതികളുമായി നടന്ന തെളിവെടുപ്പിൽ കണ്ടെത്തിയ തൊണ്ടി മുതലുകൾ, അതാണിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്.